നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് സെപ്റ്റംബർ 5 ഓണം. എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണം എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ചെറുപ്പത്തിലെ കൊച്ചിലത്തെ ഓണമാണ്. ആ സമയത്ത് ഓൺ എക്സാം ഉണ്ടാവും. ഓൺ എക്സാം കഴിഞ്ഞിട്ട് ഒരു 10 ദിവസത്തെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. അപ്പം ഓണം എന്ന് പറയുമ്പോൾ ഞാനും എൻ്റെ ഏട്ടനും രാവിലെ കുളിച്ച് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് പിന്നെ ചെറിയൊരു പൂക്കളം, അതായത് അത്തത്തിന് ചെറിയ പൂക്കളായിരിക്കും, ഓണമാകുമ്പോൾ കുറച്ചും കൂടി ഗംഭീരമായിട്ട് പൂക്കളം ഇടും. അതിനുശേഷം പിന്നെ മെയിൻ ആയിട്ടുള്ള ഹോബി എന്ന് പറഞ്ഞാൽ ആ സമയത്ത് സ്മാർട്ട് ഫോണൊന്നും ഇല്ലല്ലോ. ആ കാലത്ത് നമുക്ക് പുതിയ പുതിയ സിനിമകൾ വരും. പുതിയ സിനിമ തിയേറ്ററിൽ ഒരു 2 മാസമൊക്കെ ഓടിക്കഴിഞ്ഞിട്ട് നമ്മളെ ചാനലിലേക്ക് വരും. അപ്പം അത് രാവിലെ തൊട്ട് രാത്രി വരെ അതിരുന്ന് കാണും. അപ്പോൾ ഒരു ഏഷ്യാനെറ്റിൽ പരസ്യമാണെങ്കിൽ പിന്നെ സൂര്യയിലേക്ക് മാറ്റും, പിന്നെ കൈരളിലേക്ക് മാറ്റും. അതായിരുന്നു ഞങ്ങളുടെ ശരിക്കും ഓണം. അപ്പം ആ ഓണം ഇന്നും എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് ഇത് 3ാമത്തെ വർഷം ഞാൻ ഹൈദരാബാദിൽ ഓണം ആഘോഷിക്കുന്നത്. ഇവിടെ നമുക്ക് മാത്രമേ ഓണമുള്ളൂ, ബാക്കി മൊത്തം ഈ സൈഡിൽ തെലുങ്കന്മാരാണ്. പക്ഷേ പൂക്കളെല്ലാം ഇട്ടിട്ട് കഴിയുമ്പോൾ അവരൊന്ന് വന്ന് നോക്കും ഇവിടെ എന്തോ വലിയ ആഘോഷം നടക്കാൻ പോകുന്നെന്ന്. അവർക്ക് വേറെ ആഘോഷം, നമുക്ക് വേറെ രീതിയിലുള്ള ആഘോഷം. അതുകൊണ്ട് ഇക്കൊല്ലത്തെ ഓണം നല്ല ഗംഭീരമായി. ഇനി നമുക്ക് സദ്യയിലേക്ക് കടക്കാം. ഞാൻ ഓണസദ്യയൊക്കെ കഴിക്കാൻ തുടങ്ങി. നിങ്ങളെല്ലാവരും ഇപ്പോൾ സദ്യയൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ അങ്ങ് ഇരിക്കുന്നുണ്ടാവും അല്ലേ? സോ എല്ലാവർക്കും വീണ്ടും 1000 ഓണാശംസകൾ. സോ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. താങ്ക് യു. ബൈ ബൈ.